കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കാൻ ഈ അവസരങ്ങളെ നൽകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ചെയ്യുന്ന കഴിവുള്ള ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ ഇടപെടലുകൾക്കായിട്ട് നന്ദി പറയുന്നു. ഒരുമിച്ച് ബലപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഒന്നുകൂടെ ശബ്ദം ഉയർത്തിയ വാക്യം വായിക്കും. എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. നാം കേട്ട് വളരെ സുപരിചിതമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് ഇന്ന് രാത്രി വായിപ്പാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാൻ കഴിയുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന വലിയവനായ ദൈവം. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വയ്ക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഹിൽക്കിയ പുരോഹിതൻ തൻ്റെ മകനായിരിക്കുന്ന എലിയാക്കീമിനോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് ആമേൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും കഴിവുള്ള ദൈവം. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ആമേൻ എലിയാക്കീമിൻ്റെ തോളിൽ വെച്ചിട്ട് പറയുകയാണ്, ആമേൻ, ഞാൻ നിനക്ക് ചില അധികാരങ്ങളെ തരാൻ പോകുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഈ അനുഗ്രഹീതമായ യോഗത്തിന്റെ നടുവിൽ ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങളെ, ചില അധികാരത്തിന്റെ താക്കോലുകളെ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൈമാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മുടെ കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അധികാരത്തിന്റെ ചില ശബ്ദങ്ങളെ, അധികാരത്തിന്റെ ചില നിയോഗങ്ങളെ ആമേൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൈമാറുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ ഈ തിരുവചനം വായിച്ചപ്പോൾ ആമേൻ, ഹിൽക്കിയ പുരോഹിതന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ പുരോഹിതന്റെ തലമുറയ്ക്ക് ദൈവം ഈ അധികാരം കൊടുക്കാൻ, ആമേൻ, ഈ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കാൻ ദൈവത്തിന് അവനോട് മനസ്സ് തോന്നാനെന്ന കാരണം തിരുവചനത്തിനകത്ത് വായിച്ചപ്പോൾ ആമേൻ, ഹിൽക്കിയ പുരോഹിതൻ ഒരു വിശ്വസ്തനായ പുരോഹിത ശുശ്രൂഷ ചെയ്ത അനുഗ്രഹീതനായ ഒരു അഭിഷക്തനായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമൈതലേ, നീ വിശ്വസ്തനാണെങ്കിൽ ആമേൻ, നിന്റെ തലമുറയിൽ അതിന്റെ നീതിയെ വെളിപ്പെടുത്താൻ, നീ വിശ്വസ്തയോടെ നിന്റെ ദൈവത്തെ സേവിച്ചാൽ അതിന്റെ മാന്യതകളും വിടുതലുകളും നിന്റെ തലമുറയിൽ കൂടെ വെളിപ്പെടുത്തി തരാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി അന്തരാത്മാവിൽ ഉറപ്പുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യോശിയാവിന്റെ കാലത്താണ് ഹിൽക്കിയാവ് ആലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമൈതലേ, ആമേൻ, തന്നെ നിയമിച്ചാക്കിയ ശുശ്രൂഷ മേഖലകളിൽ താൻ ആലയത്തിൽ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളെ നിയമിച്ചാക്കിയ മേഖലകൾക്കകത്ത് നാം വിശ്വസ്തരാണോ അല്ലയോ എന്ന ഒരു സ്വയപരിശോധനയ്ക്ക് ഇന്ന് രാത്രി സമയമെടുക്കുന്നത് നല്ലതാണ്. ആമേൻ. അല്പത്തിൽ വിശ്വസ്തന ദൈവം എന്ത് ചെയ്യും? അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ ആക്കി വെക്കുന്ന ഏതു മേഖലയ്ക്കകത്തും വിശ്വസ്തയോടെ നിൽപ്പാനിടയാകട്ടെ. ഈ പുരോഹിതൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ അവൻ മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടിയല്ല, മനുഷ്യന്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, അല്ലേ? ആര് കാണുന്നുണ്ടോ ആര് കാണുന്നില്ലയോ ഇതൊന്നും ആമേൻ നോക്കാതെ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്
എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാനിടയായി. ആമേൻ. എന്നാൽ ആ നീതി തന്റെ തലമുറയിലേക്ക് എൻ്റെ ദൈവം പകർന്നു കൊടുക്കുകയാണ്. ഈ പുതിയ വർഷത്തിന്റെ 3-ാം മാസത്തിൽ ആമേൻ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാൻ കഴിയുമോ? കഴിഞ്ഞുപോയ കാലങ്ങൾ കഴിഞ്ഞു പോകട്ടെ, ഇനിയുള്ള നാളുകളെങ്കിലും എൻ്റെ തലമുറയിൽ ദൈവത്തിന്റെ നീതി ഉണ്ടാകാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ മേഖലകൾക്കകത്തോ ഞാൻ വിശ്വസ്തയോടെ എൻ്റെ ദൈവത്തെ സേവിക്കുമെന്ന്, പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കുമെന്ന് അകത്തൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകുക ദൈവമൈതലേ. ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ഇന്നുവരെ ആർക്കും കൊടുക്കാത്ത, ഇന്നുവരെ ആരിലും പകരാത്ത ചില ശ്രേഷ്ഠകരമായ ചില പകർച്ചകൾ ആമേൻ വിശ്വസ്തയോടെ നിൽക്കുന്ന നിന്റെ തലമുറയ്ക്ക് മീതെ പകരുന്ന ഒരു വിടുതലിന്റെ രാത്രിയാക്കി ഇന്ന് രാത്രി ദൈവാത്മാവ് മാറ്റുന്നല്ലോ. കരങ്ങളൊന്ന് തട്ടി ദൈവത്തിന് അല്പനിമിഷങ്ങൾ എല്ലാവരും നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്വതന്ത്രം. നീ ജീവിച്ചിരിക്കുമ്പോൾ, നീ ആയുസ്സോടെ ഇരിക്കുമ്പോൾ നിന്റെ തലമുറ ചില അധികാരത്തിന്റെ ശുശ്രൂഷകളെ ചെയ്യുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന ആമേ സർവശക്തനായ അധികാരത്തിന്റെ ദൈവത്തിന്റെ മഹത്വമുള്ള ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നിന്റെ തലമുറയിൽ ചില കൈമാറ്റങ്ങളെ എൻ്റെ ദൈവം നൽകി തരുന്ന ദൈവമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ കൊച്ചു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി ഇടപെടുകയാണ്. നമ്മുടെ തലമുറകളെ ഒരു പുതിയ ആത്മതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിക്കാൻ പോകുകയാണ്. അവരായിരിക്കുന്ന ദേശങ്ങളിൽ, അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ എൻ്റെ ദൈവം അവരെ പുതിയ ചില അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക്, പുതിയ ചില അധികാരത്തിന്റെ നിയോഗങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞാൽ ആ ദൂതിനൊന്ന് ആമേൻ പറയാ. കൃപയുള്ള ദൈവമക്കൾക്കായി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ അഭിഷക്തന്മാരുടെ തലമുറകളെ ദൈവം മാനിക്കുന്ന കാഴ്ചകൾ നാം കാണുന്നു. അതിൻ്റെ എല്ലാം പിന്നിലെ ഒറ്റ കാരണം എൻ്റെ പ്രിയരെ വില കൊടുത്ത ചിലതതിന് മുൻപിൽ നിന്നിട്ടുണ്ട്. ആ തലമുറകളെയൊക്കെ ദൈവം ആദരിഞ്ഞ തലമുറയാണ്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ആമേൻ, പരസ്യമായി ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളിൽ ലജ്ജയില്ലാതെ നമ്മുടെ ദൈവത്തെ ഉയർത്തട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ദൈവമാണ്. 92-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യത്തിലല്ലേ, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാക്യം വായിച്ചേ, 92-ന്റെ 13 വായിച്ചേ. ആമേൻ. ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവർ അവന്റെ പ്രാകാരങ്ങൾ എന്ത് ചെയ്യും? തഴയ്ക്കുമെന്ന് എഴുതിയേക്കുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ തലമുറകൾ തഴയ്ക്കുന്ന ഒരു വർഷമാണ്. നമ്മുടെ തലമുറകൾ ആമേൻ അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ ഭാവിയിൽ ആമേൻ ഒക്കെ തഴയ്ക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ആമേൻ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബത്തെ ദൈവം ആദരിക്കുന്ന ദൈവമാണ്. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നല്ലോ. 1-2 കാര്യം കൂടെ ഓർപ്പിച്ച് കർത്താവിൻ്റെ ദാസന് സമയത്തെ കൈമാറുകയാണ്. ഞാൻ ഈ തിരുവചന ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഓർക്കുകയാണ്, യേശു കർത്താവ് ക്രൂശ് ചുമന്ന് ഗത്സമനയിലേക്ക്, ആമേൻ, ഗോൽഗോത്തായിലേക്ക് കർത്താവ് ഗത്സമന കഴിഞ്ഞ്, ഗബദ കഴിഞ്ഞ്, ആമേൻ, ഗോൽഗോത്താ കുന്നിലേക്ക് യേശു കർത്താവ് പോകുകയാണ്. ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ചു. നമുക്കറിയാം, അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നു. ആമേൻ. അനന്തരം വിസ്തരിക്കപ്പെട്ട ഗബദയിൽ കർത്താവ് ദാരുണമായി അടിയേറ്റ് വിവസ്ത്രനാക്കി ആമേൻ യേശുവിനെ ക്രൂശ് ചുമന്ന് ഗോൽഗോത്താ കുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ആമേൻ. ഒറ്റപ്പെട്ടവനായി അടികൊണ്ട് തകർന്ന യേശു നടന്നു പോകുമ്പോൾ, ഒന്ന് താങ്ങാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആമേൻ, യേശു കർത്താവിൻ്റെ ക്രൂശിനെ താങ്ങാൻ ആമേൻ റോമൻ പടയാളികൾ കണ്ടത് വയലിൽ നിന്ന് കയറി വരുന്ന കുറേനേക്കാരനായ ശിമോനെയാണ്. ശിമോന് മനസ്സില്ല യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ. കാരണം ക്രൂശ് ശാപമാണ്. ഈ ശാപമായ ക്രൂശിനെ
തൊടുന്നവനൊക്കെ ശപിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് അത് തൊടാനോ ആമേൻ അതിൽ സ്പർശിക്കാനോ ആമേൻ അതിൻ്റെ പിന്നിൽ മെനക്കെടാനോ തയ്യാറാകാതെ എല്ലാവരും മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നിർബന്ധത്താലാണ് ശിമോനെ ക്രൂശിനടുക്കലേക്ക് പടയാളികൾ കൊണ്ടുവരുന്നത്. സ്തോത്രം. ആമേൻ. ഈ ആഫ്രിക്കൻ വംശജനായ ആമേൻ ഈ കുറേനക്കാരനായ ശിമോനെ നിർബന്ധത്തോടെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിമോൻ അറിയുന്നില്ല ഈ ക്രൂശിന് ചുമൽ കൊടുക്കുന്നത് നിമിത്തം തൻ്റെ ജീവിതത്തിൻ്റെ ആമേൻ തകർച്ചകളെ എല്ലാം ആമേൻ ദൈവം പരിഹരിക്കാൻ പോകുകയാണെന്ന് ആമേൻ അവൻ അറിയുന്നില്ല. സ്തോത്രം. യേശു ഒരു വശത്ത്, ആമേൻ ശിമോൻ മറുവശത്ത് ആമേൻ ക്രൂശുമായി മുന്നോട്ട് പോകുകയാണ്. ആമേൻ അവൻ്റെ ജീവിതത്തിൽ ആ ക്രൂശൊന്ന് താങ്ങാൻ ഒരവസരമുണ്ടായപ്പോൾ 1000 വട്ടം അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കാണും, ദൈവമേ എൻ്റെ കുടുംബം ശാപഗ്രസ്തമാകുകയാണല്ലോ, എൻ്റെ തലമുറകൾ ശപിക്കപ്പെടുമല്ലോ എന്ന് അവൻ്റെ അന്തരാത്മാവിനൊരു തോന്നലുണ്ടാകാം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവവേദനയെ ആ നിമിഷം അവന്റെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിപ്പാനിടയായെങ്കിൽ ഇന്ന് രാത്രി താഴ്മയോടെ പറയട്ടെ, ഈ യേശു നിമിത്തമാണ്, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ വിടുതലാണ് നാം അനുഭവിക്കുന്നതെന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വിടുതൽ ആമേൻ താൻ പരമാർത്ഥമായി നിർബന്ധത്താലാണെങ്കിലോ താൻ അത് ചെയ്തതുകൊണ്ട് ആ വിടുതൽ എങ്ങോട്ടാ പകർന്നേ? തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കുറേനക്കാരനായ ആമേൻ ആഫ്രിക്കൻ വംശജനായ ഈ ആമേൻ സ്തോത്രം ശിമോന്റെ തലമുറകളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കാനിടയായി. സ്തോത്രം. ശിമോന്റെ അവസ്ഥയ്ക്കും ദൈവം മാറ്റം വരുത്തിയെന്ന് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ സഭയുടെ അധ്യക്ഷന്മാരുടെ കൂട്ടത്തിലേക്ക് ആമേൻ ഈ സാധ്യതയില്ലാത്ത ആമേൻ ഈ മനുഷ്യനെ ദൈവം കൊണ്ടുവന്നത് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. നോക്കിക്കേ, അവരുടെ എല്ലാം മുന്നിലേക്ക് അധ്യക്ഷന്മാരുടെ പദവിയിലേക്ക് ഈ മനുഷ്യൻ കയറി വരാൻ കാരണമായത് വയലുകൊണ്ട് തീരണ്ടുന്ന ആമേ പരിമിതമായ സാഹചര്യത്തിൽ അവസാനിക്കേണ്ടവൻ മാനിക്കപ്പെടാനിടയായത് ഈ ക്രൂശിന് ചുമൽ കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവേദനേ, ആമേ നീ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, കർത്താവിന് വേണ്ടി എന്തു ചെയ്താലും അത് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. സ്തോത്രം. ആമേ. ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ പ്രസിദ്ധനായ റുഫോസ് എന്നാണ്. ആമേൻ. ഒരുവൻ ക്രിസ്തുവിൽ ആരായി മാറി? ഇല്ലേ? ഈ ലോകത്തിലെ ഏത് വലിയ മാന്യതകളെക്കാളും വലിയ മാന്യതയാണ് ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറാൻ കഴിയുന്നത്. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ അവർ കർത്താവിന് വേണ്ടി അല്ലേ വലിയ ഉന്നതമായ ലോകത്തിന്റെ പദവികളിൽ ഇരിക്കുന്നതിനേക്കാളൊക്കെ ശ്രേഷ്ഠം എന്നെ കേൾക്കുന്ന പ്രിയരെ ഇരുന്നോട്ടെ. ആ കൂടെ അവരാരുടെയായി മാറണം? ദൈവത്തിന് വേണ്ടി കൂടെ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൂത് കേൾക്കുമ്പം ആമേൻ ആത്മനിയോഗത്തോടെ പ്രവചനാത്മാവിൽ ഞാൻ പറയുകയാണ്, നിന്റെ കുഞ്ഞുങ്ങളെ ആത്മീക വഴികളിൽ വിടാതെ നിന്റെ തലമുറയുടെ ആത്മീക ഭാവിയെ നുള്ളിക്കളയുന്ന ചില ഇരുളിന്റെ ശക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡങ്ങളുടെ അപ്പോസ്തലന്മാരായി, രാജ്യങ്ങളുടെ അപ്പോസ്തലന്മാരായി, അവ ലോകം അറിയപ്പെടുന്ന പ്രവാചകന്മാരായി, പ്രവാചകിമാരായി എന്റെ ദൈവം നിന്റെ തലമുറകളെ മാനിക്കപ്പെടാൻ. യെസ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. അലക്സാണ്ടറിനെ കുറിച്ച് പറയുന്നത് അവൻ ഗവർണറായി മാറിയെന്നാണ്. സ്തോത്രം. നോക്കിക്കേ, വയലിൽ നിന്ന് കയറി വരുന്ന ഈ ആഫ്രിക്കൻ വംശജനായ ഒരു സാധ്യതകളുമില്ലാത്ത ഈ മനുഷ്യൻ ശാപത്തിന്റെ സിംബലായ ആ ക്രൂശയിലോട്ട് ഒന്ന് താങ്ങാൻ മനസ്സ് വെച്ചപ്പോൾ അവന്റെ സ്ഥിതിയെ ദൈവം മാറ്റി. അവൻ അധ്യക്ഷന്മാരുടെ നിരയിൽ ദൈവനെ കൊണ്ടുവന്നു. ആ വിടുതൽ അവിടം കൊണ്ട് അവസാനിക്കാതെ അതവന്റെ തലമുറകളിലേക്ക് ദൈവം പകർന്ന് അവൻ ഒരുവനെ ക്രിസ്തുവിൽ പ്രസിദ്ധനാക്കി മാറ്റി. ഒരുവനെ ആ രാജ്യത്തിന്റെ അവൻ ഗവർണർ സ്ഥാനത്തേക്ക് എന്റെ ദൈവം കൊണ്ടുവരാൻ ഇടയായെങ്കിൽ അവൻ ആ
ആമേൻ നീതി തലമുറകളിൽ ദൈവം കാണിച്ച ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമേ സന്തോഷത്തോടെ ആമേൻ കർത്താവിന് വേണ്ടി നിൽക്കാ. ആമേൻ നീ ആമേൻ കർത്താവിന് വേണ്ടി വില മുടക്കിയാൽ അത് നിന്നിൽ മാത്രം അവസാനിക്കാതെ ആ വിടുതലുകൾ നിന്റെ തലമുറകളിലേക്കും പകരുന്ന ദൈവമാണ്. ദൈവം നമുക്ക് എത്ര ഭാഗ്യമാ തന്നിരിക്കുന്നത്, പരമാർത്ഥരായി നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ അല്ലേ. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പദമാണ് പുറപ്പാട് പുസ്തകം ആമേൻ അതിൻ്റെ 31-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ ബെസലേലിനെ ദൈവം എന്ത് ചെയ്തു? പേർ ചൊല്ലി വിളിച്ച് ജ്ഞാനാത്മാവിനാൽ നിറച്ചു എന്നാണ്. സ്തോത്രം. ഒറ്റ കാരണമാണ് ആമേൻ ഹൂര് മോശയുടെ കരം താങ്ങിയതിൻ്റെ വിടുതൽ ആമേൻ തലമുറകളിലേക്ക് പകർന്ന ഒരു ദൈവം അല്ലേ. അവിടെ അന്ന് വരെ ഈ ബെസലേല് ആമേൻ അവന്റെ ഹൂരി, അവന്റെ പിതാവ്, അവന്റെ അപ്പൻ ഹൂര്, ഇവരാരും ചെയ്യാത്ത ശ്രേഷ്ഠകരമായ ജോലി ആമേൻ ഈ ബെസലേലിന് ചെയ്യാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ആമേൻ കളിമണ്ണുകൊണ്ട് ഇന്നലകളിൽ ഇഷ്ടികകൾ ഉണ്ടാക്കി ആമേൻ കഷ്ടപ്പെട്ട വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട സ്ഥാനത്ത് ദൈവം തലമുറകളിലേക്ക് പകർന്ന വിടുതലുകൾ ആലയത്തിനകത്ത് ശ്രേഷ്ഠകരമായ ജോലി ചെയ്യത്തക്ക നിലകളിൽ തലമുറകളെ ദൈവം മാനിപ്പാനിടയായെങ്കിൽ എൻ്റെ കേൾക്കുന്ന ദൈവവൈതലേ, നാം വിശ്വസ്തരാണെങ്കിൽ, നാം പരമാർത്ഥരാണെങ്കിൽ, മോശയുടെ കരം താണുപോകുന്നത് കണ്ടപ്പോൾ അഹരോനും ഹൂരും ആമന കരത്തെ താങ്ങാൻ തയ്യാറായപ്പോൾ ശത്രു പാളയത്തിനകത്തു ജയിക്കാതെ വന്ന് അഭിഷക്തന്റെ കരം താങ്ങിയത് കൊണ്ട് വിടുതലുകൾ തലമുറകളിലേക്ക് കൈമാറിയെങ്കിൽ രാത്രി താഴ്മയോടെ ഓർപ്പിക്കട്ടെ ദൈവവൈതലേ, ആമേൻ നീ പരമാർത്ഥമായി കർത്താവിന്റെ ദാസന്റെ കരം താങ്ങിയാൽ നിന്റെ തലമുറകളെ വിശേഷ ജ്ഞാനം പകർന്ന എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഓർപ്പിച്ച 1-2 കാര്യങ്ങൾ ഈ ആമേൻ ഹിൽക്കിയ പുരോഹിതന്റെ തലമുറയിൽ ഏലിയാക്കീമിലേക്ക് വിടുതൽ വ്യാപരിപ്പാൻ കാരണമായത് ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ അവന്റെ കൈമേൽ ആമേൻ അവന്റെ തോളിൽ കൈമാറാനിടയായത് വിശ്വസ്തയോടെ നിന്ന അപ്പന്റെ തലമുറയോട് ദൈവം കാണിച്ച നീതിയാണ്. 2-3 പേരെ ഞാൻ എടുത്തു പറഞ്ഞു. സ്തോത്രം. 1 മണിക്കൂർ കൂടെ പറഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലകളിൽ മനോഹരമായ ചില സന്ദേശങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം ആമേൻ മറ്റ് യോഗങ്ങളിൽ നാം ആ ഭാഗങ്ങളെ ചിന്തിപ്പാനിടയാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്തുദാസൻ എനിക്ക് പിന്നാലെ ശുശ്രൂഷിപ്പാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആമേൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന്, ഇല്ല വിദൂരങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. കർത്താവേ, വിശ്വസ്തന്മാരായി നിന്ന ആമേൻ പരമാർത്ഥരായി നിന്നവരുടെ തലമുറകളെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. ലോകത്തിൻ്റെ ജ്ഞാനം, ആമേൻ മാനുഷികമായ സാധ്യതകൾ ഒന്നുമില്ലാത്ത ഇടത്ത് ആമേൻ അപ്പൻ കാണിച്ച വിശ്വസ്തത നീതിയായി തലമുറകളെ ഓർത്ത ദൈവമാണ് ഞങ്ങളുടെ ദൈവമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു തീരുമാനം ഇന്ന് വരെ ഉള്ളത് വിട്. ആമേൻ. ഈ 3-ാം മാസം കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവർ ആമേൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി, അവർ ലോകരാജ്യങ്ങളുടെ അപ്പോസ്തോലന്മാരും ലോകമറിയപ്പെടുന്ന പ്രവാചകന്മാരും ഒക്കെയായി മാറാൻ, ക്രിസ്തുവിൽ അവർ പ്രസിദ്ധരായി മാറാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ വിശ്വസ്തയുമായി മാറുക. അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ആമേ സ്തോത്രം ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, വിശ്വസ്തരായ ദൈവമേ, ആമേൻ അലക്സാണ്ടർ ആമേൻ ഗവർണറായി മാറത്തക്ക നിലകളിൽ ആമേൻ ഉന്നതമായ ഔദ്യോഗിക ഗവൺമെന്റിന്റെ ചുമതലകൾ വഹിക്കത്തക്ക നിലകളിൽ ആ തലമുറയിൽ ദൈവത്തിന്റെ നീതി ഉണ്ടായില്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന തലമുറകളാണ്. അവരുടെ വലിയ ആമേൻ ദൈവത്തിന്റെ നീതി അവരിൽ ചലിക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ കാണുന്നു. കർത്താവേ, ആമേൻ ഇവിടുത്തെ ഔദ്യോഗിക മേഖലകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈപിടിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. ഞങ്ങളുടെ തലമുറകളെ എൻ്റെ ദൈവം ഓർക്കുമാറാകണമേ. അവരുടെ ശുഭത ഞങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ദൈവമേ, അവർ കർത്താവിൽ ശക്തരായി മാറട്ടെ. നല്ല ആത്മനിറവുള്ള ആത്മനിയോഗമുള്ള അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേ. തുടർന്ന് കർത്തുദാസന്റെ ദൈവം ഉപയോഗിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.